ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. നമുക്കെന്നാ നോക്കാനടാ, കൈ നിറയെ കാശ്, അപ്പം ഡോക്ടർ, പിന്നെ നിന്നെ പോലൊരു തലതെറിച്ച ഭർത്താവും. ഓ ഉമ്മ. എടാ, എനിക്ക് നിന്നൊന്ന് കെട്ടിപ്പിടിക്കണം. കോബ്ര സ്പ്രേയുടെ മണം. ഇന്ന് തന്നെ ഓഫീസിൽ ആരാ കെട്ടിപ്പിടിച്ചേ? ഷെറിൻ, അഞ്ജു, താര, പിന്നെ അർപ്പിത. മുതലാളിച്ചിയോ? എന്നാലേ അവളോട് ആ സ്പ്രേ ഒന്ന് മാറ്റാൻ പറയണം. എനിക്കിതിന്റെ മണം ഇഷ്ടപ്പെട്ടില്ല. ഇതെന്നെങ്ങാനും കഴിയോ? വിശന്നിട്ട് പോയി എനിക്ക്. 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഇപ്പൊ റെഡിയാവും. ഏത് തെണ്ടിയാണാവോ? ആ ബെഞ്ചമിനായിരിക്കും നിന്നെ കണ്ടുപിടിക്കാൻ വിളിക്കാൻ. ബെഞ്ചമിൻ പോയി, വാ നമുക്ക് തട്ടടയിൽ പോയി കഴിക്കാം. എടാ വാടാ. ആ വരുന്നു. ചേട്ടാ 2 ചായ, ഒരു സിഗരറ്റ്. 2 ചായ എടുത്തേ. വലിച്ചിട്ടാ തൊട്ട് പോവല്ലേ? ഇതാ അങ്ങോട്ട് കൊടുക്കും. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഇന്നേ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല. വേണ്ട. പിന്നെ അവൻ നിന്റെ പഴയ ഫ്രണ്ട് അല്ലേ, എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും. ഞാൻ അവിടെ ഉണ്ടാവും. ആ, നിങ്ങള് ഫ്രണ്ട്സ് ആയിരിക്കല്ലേ? ഫ്രണ്ട്സ് മാത്രമല്ല ചേട്ടാ, ഭാര്യ ഭർത്താവും കൂടിയാ. അത് ഇവിടെ എല്ലാവരും പറയണതാ. പറയുമായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ആ, ചായക്ക് മധുരം ആവാറല്ലേ? വന്നേ. ആ പെടി വീണല്ലേ? പബ്ലിക് പ്ലേസിൽ പുകവലിക്കാൻ പാടില്ലെന്നറിയില്ലേ? ഇവൻ വാങ്ങിച്ചെന്ന് വലിപ്പിച്ചേ സാറേ. നിങ്ങൾ കറങ്ങാൻ ഇറങ്ങിയതാണോ? അല്ല സാറേ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. നിങ്ങൾ ഹസ്ബൻഡ് വൈഫാണോ? അതെ. നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ഇതിരിക്കട്ടെ. ആ ഫസ്റ്റ് ഭർത്താവ് ഭാര്യയ്ക്ക് സിഗരറ്റ് മേടിച്ചു കൊടുത്ത് വലിപ്പിക്കുന്നു. പിന്നെ അലോകക്കാർ വാങ്ങിച്ചു തരുമോ വലിക്കാൻ? ഫൈൻ അടയ്ക്കേണ്ടി വരുവേ. അതവനടച്ചോളൂ, കൊടുക്കടാ.